ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ചെറിയ സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല, ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഞങ്ങൾക്ക് ഫ്രീഡമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനോ ഞങ്ങൾക്കുള്ള ഒരു എൻജോയ്മെന്റ് സത്യം പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ നാട്ടുകാരാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നാട് നടത്താനുള്ള പരിപാടിയൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബം എങ്ങനെയെങ്കിലും കലയിൽ കാണുക, നന്നായി കാണുന്നവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരും ലക്ഷ്യം. അതുകൊണ്ട് അത്ര നല്ല നാട്ടുകാരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും വലിയ കൂടുതലായിട്ട് കിടക്കണില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് പറഞ്ഞ് അതിലൂടെ സിമ്പതി പിടിച്ച് കയറ്റി വ്യൂ ഉണ്ടാക്കുക അത് താല്പര്യമല്ല. നമുക്ക് ആ ടോപ്പിക്ക് വിടാം. ഇപ്പം എന്തായാലും നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് വീട്ടിലിങ്ങനെ അടച്ചുകൂട്ടി ഇരുന്നിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മൾ ചെറായി വന്നേക്കാണ്, നമ്മൾ ബീച്ചൊന്ന് കാണാൻ വേണ്ടി വന്നേക്കാം. ഇപ്പം ഞങ്ങൾ ഇരിക്കണത് തന്നെ ബീച്ചിലാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബീച്ചിൽ വന്നേക്കാണ്. നമ്മൾ ബീച്ചിൽ സൺസെറ്റൊക്കെ കണ്ട് ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ നിൽക്കണേ. ഇതാണ് വിഷുവിൻ്റെ തലേദിവസമല്ലേ, വീട്ടിൽ പോയിട്ട് വേണം പടക്കമൊക്കെ പൊട്ടിക്കാൻ. എല്ലാവരും വിഷുവൊക്കെ ആഘോഷിക്കുന്നു ഗൈസ്. അതന്നെ, എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കണ്ട. എല്ലാവരും ആഘോഷിക്കുന്നവർക്കും ആഘോഷിക്കാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു ആശംസകൾ നേരുന്നു. ഹാപ്പി വിഷു, അഡ്വാൻസ് ഹാപ്പി. അതെ, അഡ്വാൻസ് ഹാപ്പി വിഷു. ഞങ്ങൾ ബൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. കറക്റ്റ് ഇവിടെ വന്നു ബൈക്കിലെ ചാർജ് ഉണ്ടായില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറവുകളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒന്ന് ക്ഷമിക്കണം ഞങ്ങളോട്. കാരണം ഞങ്ങൾ അതെല്ലാം എടുത്തതാണ്, പക്ഷേ അതിൻ്റെ ചാർജ് തീർന്നു പോയി. ഇപ്പം കുറച്ച് പക്ഷെ ബൈക്ക് ഉണ്ടെങ്കിലും അതത്ര ക്വാളിറ്റി നമുക്ക് തരുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഇവിടെ നല്ല കാറ്റല്ലേ, കളത്തിൽ നല്ല കാറ്റായ കാരണം സൗണ്ടൊക്കെ പറന്നായിരിക്കും. കറക്റ്റായിട്ടെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് ഓഡിയോ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. എല്ലാം നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് കടലിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നാളെ വീട്ടിലിറങ്ങിയിട്ട് എഴുതിയിട്ട് പരിപാടി പാട്ടെല്ലാം വരച്ച് ഇറങ്ങി പോകണ്ടാകും. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ജീവിതത്തിൽ കിട്ടാവുന്ന വളരെ സുന്ദരമായ ഹാപ്പിനെസ് ഇങ്ങനെയൊക്കെ ആസ്വദിക്കണം. പക്ഷേ നമ്മുടെ പ്രാവടിയന്മാർ കനാലിൽ കിടന്ന് ആസ്വദിക്കുന്നില്ല. അവർക്ക് അത്രയും ചെറിയൊരു കനാലിൽ കിടന്നിട്ട് അത്ര സന്തോഷം. നമ്മളങ്ങനെ ആഘോഷിക്കുക, ആസ്വദിക്കുക. ജീവിതം ഒന്നല്ലേ ഉള്ളൂ.
എന്റെ പാൻറ് മൊത്തം നനഞ്ഞു. മൊത്തം നനഞ്ഞു. മതിയാവുന്നു. എങ്ങനെയുണ്ടാ മോനെ? എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? അതൊന്ന് അസ്തമിച്ച് കണ്ടിട്ട് വേണം പോവാൻ അല്ലേ? കാണാത്തൊരു കാര്യമാണ്. അപ്പൊ അതും കൂടി കണ്ടിട്ട് വേണം ഇന്നത്തെ യാത്ര നമുക്ക് ഞങ്ങളിത് ഇവിടെ ഒന്ന് ഫ്രഷാവാൻ വേണ്ടി വന്നതാണ്. ഫ്രഷായി, പക്ഷേ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു 1.5 കിലോ മണൽ വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് റെഡ് 30 രൂപ വെച്ചാണ്. അവരെ നമ്മൾ 60 രൂപയുടെ ഒരു ചെറിയൊരു കുളി, ഒരു കാക്കക്കുളിയൊക്കെ കുളിച്ച് ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങി. നമ്മളൊരു പഴംപൊരി കഴിക്കണം. നമ്മൾ ചണ്ട ഇടയതാണ്. അതാണ് അടിപൊളിയാണ്. കുറേ നന്നായിട്ട് സംസാരിക്കാം. അത് ചൂടൻ പഴംപൊരി ചേട്ട കുറേ നല്ല നല്ല വർത്താനം പുള്ളി കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി വരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മളൊരു സൂര്യാസ്തമയം കണ്ട് പയ്യെ ഇവിടുന്ന് വീട്ടിലേക്ക് തരും. അതാണ് നമ്മുടെ പരിപാടി. നമ്മൾ 2 മുട്ട ബജി കൂടെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ ഇരിക്കണ്ടേ? എങ്ങനെയുണ്ട്? കണ്ടോ, ഇവൻ ശരിയല്ല. ഇവൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു. ഇവൻ്റെ ഇതെടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറം നിന്നാ, അപ്പോൾ അവൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു. കറങ്ങണ കുട്ടാപ്പി, അവനാണ് കറങ്ങണ കുട്ടാപ്പി. ഇപ്പൊ നമ്മുടെ ഈ ചേട്ടനാണ്, നമ്മുടെ ജീവിച്ചേട്ടനാണ് നമുക്ക് കടിയും കാര്യങ്ങളൊക്കെ തന്നെ. ചേട്ടൻ്റെ പേര് ജിമൂന്നാണ്. ചേട്ടൻ ഇവിടെ തന്നെ അല്ലേ? ചെറായിക്കാരൻ തന്നെയല്ലേ? ഞങ്ങളുടെ മുതലാളി ചേച്ചിയാണ്. ഹസ്ബൻഡാണ് മുരുകൻ. ആ നിങ്ങളുടെ ചേച്ചിയാണോ? 2 ചേച്ചിമാരാണ്.
സപ്ലൈ ചെയ്യണം. ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം പക്കായിരിക്കും. ഞങ്ങൾ ചമ്മന്തിയാണ് ഫേവറേറ്റ്. അപ്പൊ ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് മുരിഞ്ഞേട്ടാ മുരിഞ്ഞേട്ടാ മുരിഞ്ഞേട്ടോയ് ഒരു 10 വർഷം ഉണ്ടാവും. 10 വർഷത്തിന് മേളിലായില്ലേ തുടങ്ങിയിട്ടാ? ഞങ്ങളുടെ കൊടുക്കുന്ന ഭക്ഷണം പക്കായിരിക്കും. ഗൈസ്, സൂര്യൻ നമ്മളെ ചതിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത്ര നേരം ഇവിടെ നിൽക്കണ്ടായിരുന്നു. പുള്ളി മേഘത്തിൻ്റെ ഉള്ളിൽ പോയി, സൺസെറ്റ് വെള്ളത്തിൽ പോയി. കണ്ടോ, ഈ കടലിലെ തിരമാലകളിലൂടെ അവൻ മുക്കിക്കളഞ്ഞു. ഇണകെട്ടവൻ. അയ്യോ ഗൈസ്, സൺസെറ്റ് കാണാൻ വന്ന ഞങ്ങൾക്ക് സൂര്യൻ ചെറിയൊരു രീതിയിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര മേഘമാണ്, മഴക്കാരും പരിപാടി ചെയ്യുക. അത് കാരണം സൺസെറ്റ് വെള്ളത്തിലാവുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ചെറിയൊരു പൊട്ട് പോലെ കാണാം അവിടെ ഈ ഭാഗത്തായിട്ട്. താഴെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ കാറ്റ് കാരണം കറക്റ്റായിട്ട് വോയിസ് കിട്ടണില്ല. മൊത്തം മിസ്സായി പോവാം. ഭയങ്കര പറ സൗണ്ടായിരിക്കും കേട്ടോ ഈ വീഡിയോ മൊത്തം. ആർക്കും തോന്നരുത്, കാരണം നമ്മുടെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. നമ്മൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല, അതിന് ചെറിയൊരു വിഷമമുണ്ട്. സൺസെറ്റ് ഞങ്ങളെ പറ്റിച്ചു. നാളെ മൊത്തം ഭയങ്കര കാർമേഘമാണ്, മഴക്കാരാണ്. കാരണം ഫീലായി. ഇനി നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സമയം പോകും. ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.